ഹായ് ഫ്രണ്ട്സ്, പെരിനെല്ലൂർ പ്രീമിയർ ലീഗ് നിഖില വിമൽ, സണ്ണി വെയിൻ തുടങ്ങിയ വിജയരാഘവൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സൂപ്പർ കോമഡി എൻ്റർടൈനർ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ വെബ് സീരീസാണ് പെരിനെല്ലൂർ പ്രീമിയർ ലീഗ്. പെരിനെല്ലൂർ ഗ്രാമപഞ്ചായത്തും പെരിനെല്ലൂരിലെ മണ്ടന്മാരായ ജനങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന പക്ക എൻ്റർടൈൻമെൻറ്റ്. ഞാൻ കുറേ ചിരിച്ചെന്ന് വെച്ചാൽ കുറേ ഇരുന്നിരിച്ചു. നല്ല രസമുണ്ട്. ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് സബ്ജക്റ്റ്. നാട്ടിൽ ഗ്രാമത്തിൽ നടക്കുന്ന വിഷയങ്ങൾ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രസകരമായിട്ട് കാണിച്ചു. ഒരു ഗ്രാമം തന്നെ ഇതിനു വേണ്ടി അങ്ങ് ഉണ്ടാക്കി. ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി, ബസ് അത് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ സാധനം. നിഖില വിമലൊക്കെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. സണ്ണി വെയിന് പിന്നെ പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നുമില്ല. അദ്ദേഹമായിട്ട് ബിഹേവ് ചെയ്ത് പോയി. അദ്ദേഹമായിട്ട് നല്ല ഒരു ക്യാരക്ടറായിട്ട് ജസ്റ്റ് ബിഹേവ് ചെയ്ത് പോയി. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്കും തോന്നിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് പറയാൻ, അതിനകത്ത് നമ്മുടെ അജു വർഗീസ് സൈക്കോ ആയിട്ട്. അപ്പോൾ അജു വർഗീസിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. പുള്ളി ഒപ്പിക്കുന്ന പുള്ളിയാണ് ഇത് കൊണ്ടുപോകുന്നത്. കാരണം പുള്ളി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ തട്ടിയാണ് പോകുന്നത്. പിന്നെ ഗ്രാമത്തിലെ എല്ലാ വിധത്തിലുള്ള പൊളിറ്റിക്സും അതിൽ പറയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുമുണ്ട്. നല്ല ക്യാമറ, നല്ല ലൈറ്റിംഗ്, നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രിപ്റ്റിംഗ്, ഡയലോഗൊക്കെ സൂപ്പറായിരുന്നു. എല്ലാ ഡയലോഗും സൂപ്പറാണ്. സിറ്റുവേഷൻ കോമഡിയാണ് കൂടുതലും. ഗ്രാമവും നാട്ടുകാരും കല്യാണവും മരണവും കാണാതാകലും കൂടി ഒരു ബഹളമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇഴച്ചിൽ ഒഴിച്ച് നിർത്തിയാൽ നമുക്ക് നല്ല രസമായിട്ട് സമയമൊക്കെ എടുത്തിരുന്ന് കാണണം. എന്നാൽ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. കുറച്ച് നന്മയുള്ള എന്താ പറയുക, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് എല്ലാവരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് വെബ് സീരീസിനെ മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഗ്രാമ ഭംഗിയൊക്കെ മനോഹരമായിട്ട്, ഒരുപാട് പച്ചപ്പില്ലെങ്കിലും ഉള്ള പച്ചപ്പിനെ ഭംഗിയായിട്ട് കണ്ടെത്തി. ഗ്രാമം കാണിക്കുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത പച്ചപ്പ് കാണിക്കും. സംഭവം സെറ്റാണ്. നല്ല ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും. എനിക്ക് അതിനകത്ത് വേറൊരു കാര്യം ഫീൽ ചെയ്തത്, സണ്ണി വെയിനും ഇപ്പം നിഖില വിമലും ഒക്കെ ആ ഗ്രാമത്തിൽ വേറെ എവിടുന്നോ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന രണ്ടാളുകളെ പോലെ എനിക്ക് തോന്നി. നിഖില വിമൽ അങ്ങനെ തന്നെയാണ്. സണ്ണി വെയിനെയാണ് ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ആയിരിക്കും. പിന്നെ ഗൾഫിൽ നിന്ന് വേറൊരാൾ വരുന്നുണ്ട്. പുള്ളി അതിലും രസമാണ്. അജു വർഗീസിൻ്റെ ഓരോരോ രസങ്ങളുണ്ട്. അതെന്തോ വിറ്റാണെന്നറിയാമോ. അതുപോലെ വിജയരാഘവൻ്റെ വൈഫായിട്ട് അഭിനയിച്ചൊരു ആർട്ടിസ്റ്റാണ്. സൂപ്പറായിട്ട് അഭിനയിച്ചു. പിന്നെ വിജയരാഘവൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ടിരിക്കുന്ന അവർ സൂപ്പറായിരുന്നു. അതിനകത്തൊരു കള്ളൻ്റെ ഭാര്യ സൂപ്പർ. അങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സ്. ശിവജി ഗുരുവായൂരിൻ്റെ ഭാര്യ. ഇതിനകത്ത് കുറേ എന്താ പറയുക, കാരിക്കേച്ചർ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ എന്താ രസമാണെന്നറിയാമോ. വളരെ പിന്നെ തയ്യക്കാരനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്തിട്ട് വരുന്ന വ്യക്തിയായിട്ട് അവരൊക്കെ കൊണ്ടുവന്നു. ഭയങ്കര രസം. എനിക്ക് എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ കാണുക. ഹോട്ട്സ്റ്റാറിലുണ്ട്. കാണുക, ആസ്വദിക്കുക, ചിരിക്കുക. മറ്റൊരു വീഡിയോയും കാണാം. ദിസ് ഇസ് സൈനിങ് ഓഫ്.